ശരിയല്ലേ? ആ, ഇങ്ങനെ പോയാൽ നാളികേരത്തിന്റെ വില കുറഞ്ഞു കുറഞ്ഞ് ഉറുപ്പിയക്ക് 10 വാരി കൊടുക്കേണ്ടി വരും. ഈ കൊച്ചത്തേക്ക് എന്താ വില? വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങുന്നതിന്റെ തട്ടമ്പുറത്തുണ്ട്. മുതലാളിക്ക് എത്ര വേണം? ഒരെണ്ണം മതി, വെറുതെ തട്ടി കളിക്കാനാ. വരട്ടെ. തത്തിക്കുട്ടികളും നമ്മൾ തർക്കിച്ചു നോക്കണ്. ഇത് ഞാൻ തന്നെ, പഴയ കുഞ്ഞിക്കാതർ തന്നെ. പറ, ഇത് അസലിക്കാക്കല്ലേ? വരി വരി, എല്ലാരും വരി. എളാപ്പങ്ങൾക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും കൂടി എടുത്തോളി. ഇത് ലേഡീസ് സ്പെഷ്യൽ എന്ന് പറയും. ഇത് ഇത്രത്തൊക്കെ ആയിട്ട് കൊണ്ടുവന്നാ. ഇനി ഇവിടെ എത്ര ആളുണ്ടോ അത്രയും പേഴ്സ് ഇതിലുണ്ട്. ആ കുട്ടികളൊക്കെ അപ്പുറം പോയി കളിക്കി, കുറച്ച് വർത്താനം പറയട്ടെ. എത്രത്തോളം പേഴ്സ്? ഇത് കമ്പനി പ്രചാരത്തിനുള്ളതാണ്. കാക്കോനെ എടുത്തോളി. ഇതാ അവിടെ വെച്ചോളി, ലൂയക്കാർക്ക് കൊടുക്കാലോ. കുഞ്ഞിക്കാതറിന് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? ഏറി വന്ന ഒരാഴ്ച, വലിച്ചു നീട്ടിയ 1 മാസം. ഞാൻ വേഗം പോണമെന്നുണ്ടോ? അതല്ല, ഈ വരവില് അന്റെ കല്യാണം നടത്തണമെന്നാ ഞങ്ങള് തീരുമാനിച്ചിരിക്കണേ. ഇന്റെ കല്യാണോ? അത് കഴിഞ്ഞൊരു കൊല്ലത്രായി. കഴിഞ്ഞു? കഴിഞ്ഞു. എന്താ അവളുടെ പേര്? നല്ല അസല് പേരാ, മൈന. മൈനയാ? അതെ. ഇതെന്താ മുട്ടയുടെ ജാതിയാ? ഛേ, അല്ല കാക്ക, വെറുതെ ജാതിയല്ല. തേങ്ങ വിറ്റ് പണം നീ അങ്ങോട്ട് മുക്കിന്ന് പറഞ്ഞാ മതി. പെട്ടെന്നൊരു പോക്കറ്റടിക്കാരെ ഇവിടെ മുളച്ചു വരിക. സത്യമാണെങ്ങനെ അതാരോ പോക്കറ്റ് അടിച്ചതാ. അങ്ങനെ ഒരു തനി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ സംശയിക്കരുത്. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ. വെള്ളം വീണ് വീണ് ഇനി അത് വളരും. ഇതാ വേലായുധം കൂടി തന്നയച്ചതാ. ഈ പരമാനന്ദം പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ചില്ലറ ആൾക്കേ കിട്ടുള്ളൂ. അതവിടെ വേലായുധം കുട്ടിക്ക് ഉണ്ട്. നിങ്ങൾ ഇവിടെ സമാധാനമായിട്ടിരിക്കും. അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം എവിടെ ഇല്ല. അവിടെ സമാധാനമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞേ വെറുതെ സമാധാനക്കേടാക്കണ്ട. അല്ല കുഞ്ഞിക്കാതരെ? പടച്ചോൻ അവന്റെ കൂടെ ഉണ്ടെന്ന്. ഓ നന്നായ പടച്ചോനും ഗുണം പിടിക്കും. ഈ വിവരം പടച്ചോനും പറയാ. പിന്നെ നിങ്ങൾ എന്തിനു ബേജാറാവണേ? കുഞ്ഞിക്കാർ വന്നത് ഉപയോഗിച്ച് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് വർക്ക്ഷോപ്പിലേക്ക് വരില്ലേനോ? എത്ര ദിവസം ലീവ് ഉണ്ട്? ഞമ്മക്ക് എന്ത് ലീവ്? വരണം തോന്നിയ കമ്പനി പൂട്ടുക, വരിക. വേലായുധം കുട്ടി എങ്ങനെയാ കര കേറൂ? അവനിപ്പോ കരക്കല്ലല്ലേ നിക്കണേ, ഇനി അങ്ങോട്ട് കേറാന്. അല്ലേ മുത്തശ്ശി? അത് നേരെ. പക്ഷെ അമ്മണിക്കുട്ടി മറ്റേ കരയിലാണല്ലോ. അവളും കൂടി നിക്കരയ്ക്ക് എത്തണ്ടേ എന്ന സംഗതി ഭംഗിയായി. ഞാനും അക്കാര്യത്തിനെല്ലാം വന്നത്. എങ്ങനെങ്കിലും അമ്മണിക്കുട്ടിയെ പഴനിയിലെത്തിക്കണം. അതിനുള്ള കരു നീക്കാൻ വേലായുധം കുട്ടിയാണ് എന്നെ അങ്ങോട്ട് അയച്ചത്. വഴക്കിനും വയ്യാവേലിക്കും ഒന്നും ആരും പോകണ്ട, പിരിച്ചതേ നടക്കൂ. അതിപ്പോ വിധി ഇതല്ലാന്ന് എന്താ ഒരു ഉറപ്പ്? കുഞ്ഞിക്കാതരെ, വേലായുധ കുട്ടി പറഞ്ഞതല്ലേ, നീ അവളെ തട്ട്, ഞാനുണ്ട് മുമ്പില്. അങ്ങനെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ തെറ്റിദ്ധരിക്കും, താൻ പറയണ്ട. അയ്യയ്യോ, എന്തൊരു സിദ്ധി! കിടുങ്ങിപ്പോയി എന്നെ, കിടുങ്ങിപ്പോയി. എന്താ? ഈ മന്ത്രന്മാരുടെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു. തെളിച്ചു പറ. ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ. അപ്പണ്ട് നമ്മുടെ കൊല്ലന്റെ വീടിന് മുമ്പിൽ ആൾക്കൂട്ടം. ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ അവിടെ ഒരു ഒഴിപ്പിക്കൽ നടക്കുകയായിരുന്നു. 1.5 കൊല്ലായി ആ കൊല്ലനെ വേറെ ഒരുത്തി വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവളയാളെ മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ ജീവിച്ച വിദ്യ വശീകരിച്ചുള്ള പേര് പോലും ഇപ്പൊ കൊല്ലം മറന്നു. ഓ, എന്തൊരു സിദ്ധി! ആരായിരുന്നു തന്ത്രി? തന്ത്രി മന്ത്രി ഒന്നും ഇല്ലാന്നേ. ഇക്കണ്ട കാലം പഴനിയിലൊരു തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറ. അങ്ങനെ ആളെ മനസ്സിലായോ? ഇല്ല. നമ്മുടെ മരുന്നടിക്കാരൻ ഉപയോഗിന്റെ അനുജൻ. പുറം നാട്ടുകാരറിഞ്ഞാ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടുപോകുന്ന കേൾക്കുന്നത്. എന്തൊരു സിദ്ധി! ഞാൻ പോവാ. വാസു, അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ട് പോണ്ട. അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്കൊരു രക്ഷ കിട്ടിക്കണം. അത്രയ്ക്ക് വേണോ ശങ്കരൻകുട്ടി വേന്നെ? അവര് തമ്മിൽ സ്നേഹിച്ചോട്ടെ, അതിലെന്താ ഇപ്പൊ തെറ്റ്? പറ്റില്ല.
മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല. കുഞ്ഞിക്കാതർ എന്നെ ഒന്ന് സഹായിക്കണം. പണി എനിക്കറിയാഞ്ഞിട്ടല്ല. അമ്മിണിക്കുട്ടി കുട്ടിയായിട്ടാന്നുള്ള വിളി വരെ മറക്കും. പക്ഷെ തങ്ങള് സമ്മതിക്കൂല. അതാരാ ഈ തങ്ങള്? നമ്മൾ ഉസ്താദ്. അങ്ങേർക്ക് ഇതൊന്നും ഇഷ്ടല്ല. അങ്ങേര് എവിടെയാണെന്ന് പറ, നമുക്ക് കാറ് വിളിച്ച് അയാളെ പോയി കാണാം. അല്ല, അങ്ങേര് സ്വർഗത്തില്ല. മരിച്ചിട്ട് 6 ആണ്ട് കഴിഞ്ഞ്. അങ്ങോട്ട് കാറ് പോവോ? കാർ അങ്ങോട്ട് പോയില്ല. അങ്ങനെ ആ കൊട എന്താന്ന് നിന്റെ തലിക്കൊന്നും. കുഞ്ഞിക്കാതറെ, ഇതൊന്ന് വഴിയുണ്ട്. ഈ വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയാട്ടെ, വല്ലതും കാണുന്നുണ്ടോ? അങ്ങേ പറമ്പിൽ പുല്ല് എത്തണം നാരായണിയെ കാണുന്നുണ്ട്. ഛേ, വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ, വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോഴവൻ വന്നിട്ടില്ല. ആര്? വിരലിന്റെ തുമ്പത്ത് വേലായുധം കൂടി വന്നിട്ടില്ല. പക്ഷെ വരും, വന്നേ പറ്റൂ. മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും. അമ്മിണിക്കുട്ടിയെ മറക്കാൻ പറയും. പോരെ? അത് മതി. ആ, നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു പൂജയുണ്ട്. ആ 11 കോഴി ജീവനോടെ, ആ 10 കൊല തേങ്ങ, ആ. പിന്നെ ഒരു 501 ഉറുപ്പ്യ. അതൊക്കെ ഞാൻ ശരിയാക്കാം. ബാക്കി ലിസ്റ്റ് ഞാൻ വാസുവിന്റെ അടുത്ത് കൊടുക്കാം. പിന്നെ ഹോമം കഴിഞ്ഞ് വരെ പന്തും പിടിച്ച് മേനോൻ തുള്ളണ്ടി വരും. പറ്റുമോ? പറ്റും. എന്ത് പണ്ടാറിലെങ്ങനെ ഞാൻ തയ്യാറാ. ശരി, എന്നാ നാളെ കാണാം. ഭഗവാനെ, കുഞ്ഞിക്കാതറിന് ദക്ഷിണയൊന്നും കൊടുത്തില്ലല്ലോ. നീ എടുത്താ? ഇല്ലങ്ങനെ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കഷ്ടകാലം തുടങ്ങിയെന്നാ തോന്നണം. ഏതായാലും നാറി വരണത് പറ്റ അല്ലാണ്ട് ചെയ്യാൻ. അങ്ങനെ വല്ലതും പറഞ്ഞോ? ഞാൻ മീശം ചേർത്തൊന്ന് കൊണ്ടാണ്ട്. ഇത് എത്ര നേരം ഇങ്ങനെ കിടന്ന് തുള്ളണാവോ? മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതറിനും കാണാനില്ലല്ലോ. കുഞ്ഞിക്കാതർ എന്തിനാ അങ്ങനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? തലയിലെടുത്തെന്ന് വിചാരിച്ചാ മതി. ഓരോരുത്തർക്ക് പടച്ചോൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് തുള്ളാനാ വിധി. വേലായുധം കുട്ടി പറഞ്ഞയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മിണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഫലമില്ലാന്ന് അവൻ പറയണേ. ഞാൻ എന്താണ് അവനോട് പറയേണ്ടത്? അവളെ കിട്ടുമെന്ന് പറ, ഞാൻ പറഞ്ഞു പറ. ഞമ്മക്കത് മതി. മേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തും. മതി. യാ സത്താർ, യാ മത്താർ, യാ ഹൂദ്. അവിടുന്ന് എന്താണാവോ പറഞ്ഞത്? ഇതിലേക്കൊന്ന് ഊതാൻ. ഇതെന്താ? ഉറുക്ക്. മുറുക്ക? ഉറുക്ക്. എന്തിനത്? ഇതാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക. ഉദ്ദേശിച്ച സംഗതി നടക്കും, അവനെ മറക്കും. ഇതൊന്ന് പിടിച്ചേ. ഓ, മറക്കണേ എന്റെ ഭഗവാനെ. അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ. ഓ ഓ. യാ സത്താർ, യാ സത്താർ, സത്താർ, സത്താർ. ഭഗവാനെ, உன்னை பார்க்கும்போதெல்லாம் எனக்கு தர்மலிங்கத்தை தான் ஞாபகம் வர்றது. ഏത് ധർമ്മലിംഗം? உன்னை அப்பா. ഓ, ധർമ്മലിംഗം. அப்பா. ஆமா, ആ, அவரு இப்ப இருந்திருந்தா எவ்வளவு சந்தோஷப்படும் தெரியுமா? ஆமா, சிவகாமி பார்க்க எப்படி இருப்பாங்க? അമ്മ എന്റെ തനി ചായയായിരുന്നു. சிகப்பா? ആമ, பாவம். പാവം. சாப்பிடுங்க. മതി മതി മതി. അയ്യോ മതി. பரவாயில்ல பரவாயில்ல, சாப்பிடுங்க. சாப்பிடுங்கண்ணா. വയറ് പറഞ്ഞു. അതാ சாப்பிடு. ഉം. எனக்கு தெரியும் உங்களுக்கு என்ன பிடிக்கல. അയ്യേ, അങ്ങനെ ആരാ ചൊല്ലിയത്? பின்ன நானே சாம்பார் சமைச்சேன், நானே கஷ்டப்பட்டு மாவாட்டி இட்லி செஞ்சேன், நீங்க சாப்பிடவே இல்ல. അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നല്ലേ. അന കഴിക്കാൻ പറ്റണ്ടേ? ஏன் முடியல? പശിക്കല്ലേ. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. சுகமில்லையா? என்ன ஜுரமா? வெயில்ல வாடக்கூடாதுன்னு எத்தனை தரம் சொல்லியிருப்பேன். அப்பா, இவருக்கு உடம்பு சரியில்லையா? அப்படியானா நீ இன்னைக்கு வர வேண்டாம், இங்க படுத்து ரெஸ்ட் எடு. ஆமா, நான் நல்லா பாத்துக்கிறேன். ഇങ്ക പടത്തിന്റെ റെസ്റ്റ് എടുത്താൽ എന്റെ അസുഖം കൂടും. ഞാൻ കടയിലേക്ക് പറയാൻ.
நான் சொல்றதை கேளு, இங்க படுத்து ரெஸ்ட் எடு. വേണ്ട ഞാൻ കടയിലേക്ക് വരുവേൻ. அப்படின்னா ஓகே. അനന്തോലി, എന്റെ ഉടമ്പിന് ഒരു കുഴപ്പമില്ല. അസുഖം മനസ്സിനാ. എന്നാച്ചു മനസ്സക്ക്? മനസ്സക്ക് ഓരോന്ന് ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. தரிசனத்துக்கு 4 டூரிஸ்ட் பஸ் வந்திருக்கு. நான் போய் கொஞ்சம் பேரை கேன்வாஸ் பண்ணி வர்றேன். എത്ര പേരെ വേണേലും കൊടുന്നോ, ഞാൻ ഇരിക്കില്ലേങ്ക. நீ வந்ததுக்கு அப்புறம் என் மனசுக்கு ரொம்ப சந்தோஷம். എനിക്കും അങ്ങനെ തന്നെയാ. எல்லாமே என் ஆனந்தவல்லியோட அதிர்ஷ்டம். உண்மையிலே அவ எவ்வளவு ஆசை வச்சிருக்கே தெரியுமா? முருகா, கந்தா, காப்பாத்துப்பா. வெற்றிவேல் முருகனுக்கு அரகரோ அரகரா. விரவேல் முருகனுக்கு அரகரோ அரகரா. சக்திவேல் முருகனுக்கு அரகரோ அரகரா. ஞானவேல் முருகனுக்கு அரகரோ அரகரா. ஞான பண்டிதா, காப்பாத்தப்பா. வெற்றிவேல் முருகனுக்கு அரகரோ அரகரா. ஞானவேல் முருகனுக்கு அரகரோ அரகரா. சீக்கிரமா போய் சாமி கும்பிடு, இதெல்லாம் உனக்காக தான். வெற்றிவேல் முருகனுக்கு அரகரோ அரகரா. வீரவேல் முருகனுக்கு அரகரோ. ஞானவேல் முருகனுக்கு அரகரோ அரகரா. എന്ത് വട്ടായി കാണിക്കുന്ന അമ്മണിക്കുട്ടി, ഇത് എത്ര നേരായി? കുട്ടിയേട്ടന് ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള നേർച്ചയാ. ഇനി 21 പ്രദർശനം കൂടി ഉണ്ട്. കുട്ടിയേട്ടൻ ഒന്ന് മാറോ? இங்க வந்து படுத்துட்டு இருக்கியா? உன்னை எங்க எல்லாம் தேடுறது? வீட்டுல போய் பார்த்தேன், கோயில்ல போய் பார்த்தேன், கடையில போய் பார்த்தேன், எங்கேயுமே காணோம். ஒரு விஷயம் தெரியுமா? 101 தடவை அங்க பிரசனம் பண்ணிட்டு வந்திருக்கேன். அப்புறம் கிருத்தி அன்னைக்கு மலை ஏறேன்னு வேண்டியிருக்கேன். எது தெரியுமா? എല്ലാം ഓ മനസ്സന്തോഷத்துக்காதான். അനന്തോല്ലി, നീ ഇനി എന്തൊക്കെ ചെയ്താൽ എന്റെ മനസ്സിന്റെ വിഷമം മാറാതെ. നീ ഒരു മലയാളിയായി ജനിച്ചില്ലല്ലോ എന്നാണ് എന്റെ വിഷമം. എന്താണെന്നറിയോ, എന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ഒരു മലയാളി പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന്. എന്റെ അമ്മ പാവം, അവരുടെ ആത്മാവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടുണ്ടോ? എന്നെ തെറ്റിദ്ധരിക്കരുത് ആനന്ദവല്ലി, അല്ലാതെ നിന്നോട് സ്നേഹമില്ലഞ്ഞിട്ടല്ല. வருத்தப்படாதீங்க. நான் அடிக்கடி சொல்லுவேனே, என் மனசுல என்ன நினைச்சாலும் நடக்கும்னு. ഒരു விஷயம் சொல்லவா? யார்கிட்ட சொல்லாதீங்க. ഞങ്ങളും മലയാളീസാ. நிஜந்தா. அப்பா ചെറിയ வயசுலயே நாடு விட்டாச்சு. இங்க வந்து ஒரு ஆள் கூட சேர்ந்து பார்பர் பணி படிச்சாச்சு. ஆனா பார்பர்ல നയമാരാ. അമ്മ ഊര് പാലക്കാട്. തമിഴ് സംസാരിച്ച് പഴക്കമായിடுச்சு. ആന മലയാളം പറഞ്ഞ നല്ലോണം മനസ്സിലാവും. ഇപ്പൊ ചൊല്ലേ, நான் என்ன நினைச்சாலும் நடக்கும்ல?